ഹായ്, ഇന്നൊരു കൊച്ചു സൺഡേ വ്ളോഗാണ് എടുക്കുന്നത്. രാവിലെ തന്നെ അമ്മ നല്ല പഞ്ഞി പോലത്തെ നൂലപ്പം ഉണ്ടാക്കിയിരുന്നു. വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ടുട്ടുനും അതെ ഭയങ്കര ഇഷ്ടമാണ്. അതാണെങ്കിൽ അവൻ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് കഴിച്ചോളൂ. മാവ കഴിച്ചോ അമ്മയ്ക്ക. അധികം ഓട്സ്, അങ്ങനത്തെ ഓട്സോ റാഗിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. ഡൈജഷൻ ഒന്ന് ശരിയായി വരാം. അധികവും ഞാൻ കുറുക്ക് രൂപത്തിൽ തന്നെയാണ് ഞാൻ ഭക്ഷണം കൊടുക്കാറ്. എന്ന് വെച്ചാൽ അതാവുമ്പോൾ നമുക്ക് എന്തും ഇട്ടിട്ട് മിക്സിയിലിട്ടൊന്ന് അരക്കേ അല്ലെങ്കിൽ മിക്സ് ചെയ്ത് ഒക്കെ കൊടുക്കാമല്ലോ. അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതിൽ മിക്സിയിലിട്ടൊന്ന് അരച്ച് ഞാൻ കൊടുക്കും. ഇപ്പോൾ വെജിറ്റബിൾസ് ആയാലും നട്ട്സ് ആയാലും. ഇപ്പോൾ ഞാൻ അധികം ഒന്നും എടുക്കണില്ല. എടുക്കണുണ്ടെങ്കിലും വളരെ ചെറുതായിട്ടോ എടുക്കണുള്ളൂ. ചൂട് ഭക്ഷണമാണെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല. അവൻ ഊതിയൊക്കെ കഴിച്ചോളും. പിന്നെ ഞായറാഴ്ച ആയ കാരണം അധികവും ചേട്ടൻ്റെ കൂടെ തന്നെയായിരുന്നു. ചേട്ടൻ്റെ കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇരുന്ന് കഴിച്ചും കുറേയൊക്കെ കളിച്ചൊക്കെ ഇങ്ങനെ നടന്നു. ലൂസ് മോഷനൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ആളങ്ങോട്ട് സെറ്റായി വരണുള്ളൂ. അതുകൊണ്ട് ഞാൻ പരമാവധി നട്ട്സുകളും അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മിടുക്കൻ. കൈകൊട്ടിയേ അവിടെയല്ല, മോളിൽ അടിക്കാതുകൊണ്ട്. ഫേവറേറ്റ് ടോയ് ബ്ലൂ അതാണോടാ. ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്. രാവിലെ എണീറ്റപ്പോൾ തന്നെ ആളൊരു നൂലപ്പം കഴിച്ചായിരുന്നു. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് കുറച്ച് ഓട്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാനൊരു 3 ഡേറ്റ്സ് വെള്ളത്തിൽ കുതിർത്താനിട്ടു. കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ തന്നെ കുതിർന്ന് അതിൻ്റെ തൊലി എല്ലാനും എങ്ങനെയുണ്ട് പറക്ക? വേണ്ട മിനോട്ടോ മതി. ടുട്ടു പറക്കാൻ പോന്നേ. അച്ചോ മതിയായ. ഓ ചേട്ടന് പോയി കെട്ടിപ്പിച്ചേ. അവന് റൂം എടുത്തേക്ക്. അച്ഛന് പോയി റൂം നോക്ക്. ഇനി എൻ്റെ പ്ലേ ടൈം. എന്ത് ചെയ്ത് കഴിഞ്ഞാലും മിടുക്കൻ. ഒരെണ്ണം വെച്ചപ്പോഴേക്കും കൈ അടിക്കണം. എന്ത് ചെയ്ത് കഴിഞ്ഞാലും ടുട്ടൂന് ഇത് കളിക്കണം അല്ലേ? നമുക്ക് ഇത് നാളത്തേക്ക് ഒരു ചെറുത് ഓർഡർ ചെയ്യണം. ഇത് ഇടുന്നോട്ടെ. അതൊരു വെറൈറ്റിയോ. ഞാൻ ബുക്ക് ചെയ്യാം. ഐ യെല്ലോ ഓഞ്ചാറ. എടാ ഓറഞ്ച് തുറപ്പൊക്കെ വീണ്ടും കളയിടും. അതെ, ചേട്ടനെ പോയി റെഡി കൊടുത്തിട്ടു. അത് ഞാൻ ചെയ്യും. അതിന് ഞാൻ റെഡിയാണ്. ഒരു ചവിട്ട്. അച്ഛനും ഉമ്മ. അച്ഛനുമ്മ ഉമ്മ തരില്ല. ഉമ്മ കട പൂട്ടിയിരിക്കാനാ. അച്ഛനൊരു ചവിട്ട് ഔട്ടിയാന്നാ. അച്ഛനൊരു ചവിട്ട് ഔട്ടിയേ. അതെ, ഗുണ്ടാട്ടിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി അപ്പം ഞാൻ ഓട്സാണ് എടുത്തത്. ഒരു 2 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ട് അതിൽ ഈ തൊലിയൊക്കെ കളഞ്ഞ് ഡേറ്റ്സ് നല്ലപോലെ അത് വെള്ളത്തിലിട്ടപ്പോൾ നല്ലപോലെ അത് നല്ല കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവനത് കൊടുത്തു. ഒരു നേന്ത്രപ്പഴം എടുത്തിരിക്കണം. ഒരു നേന്ത്രപ്പഴം ഫുൾ എടുത്തില്ല. അതിൻ്റെ ഒരു പകുതി പുഴുങ്ങിയിട്ടൊന്നുമില്ല. ഇതിൻ്റെയും ഞാൻ കുരുകളൊക്കെ കളഞ്ഞിട്ട് ഇതിൽ തന്നെ കുഞ്ഞു കഷ്ണമായിട്ട് കുറുക്ക് പോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. വേവിക്കുമ്പോൾ തന്നെ അത് നല്ലപോലെ അത് വെന്ത് കിട്ടും. പിന്നെ വേണമെങ്കിൽ ഒരു സ്മാഷർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്പൂൺ കൊണ്ട് തന്നെ നല്ലപോലെ ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ഇതായിരിക്കും. വേറെ ഒന്നും ഞാനത് ചേർക്കണില്ല. ഉപ്പോ ശർക്കരയോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഈന്തപ്പഴത്തിൻ്റെയും പഴത്തിൻ്റെയൊക്കെ തന്നെ മധുരം ഉണ്ടാവുമല്ലോ. മധുരം പിന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഇങ്ങനെ ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ള സമയത്ത് ജസ്റ്റ് ഒന്ന് മധുരമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആൾക്ക് ജസ്റ്റ് ഒന്ന് വായിൽ ടേസ്റ്റ് പിടിച്ചില്ലെങ്കിൽ എന്നുള്ള രീതിയിൽ അങ്ങനെ ഈ രീതിയിലാണെന്ന് കൊടുത്തത്.
എപ്പോഴും ഭക്ഷണം കൊടുക്കുന്നത് കുറച്ചൊരു പാട് തന്നെയാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ ആളൊന്ന് ഓക്കെ ആയി വരണല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് വാശികൾ കൂടുതലാണ്. എന്നാലും ഞാൻ പിടിച്ചിരുത്തി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയൊക്കെ ഞാൻ കൊടുക്കും. ചൂടുവെള്ളം ഞാൻ പരമാവധി കൊടുത്തുകൊണ്ടിരുന്നു. അവന് നല്ല ഇഷ്ടമാണ് ചൂടുവെള്ളം കുടിക്കണേ തന്നെ, കളിക്കണേൻ്റെയും ഒക്കെ ഇടയ്ക്ക് ഞാൻ ചൂടുവെള്ളം കൊടുത്തുകൊണ്ടിരിക്കും. പുപ്പി വിളിക്കുന്നേ പറയടാ. ഉച്ചയ്ക്കിന്ന് സ്പെഷ്യൽ ഞങ്ങൾക്ക് സലാഡ് ഉണ്ടായിരുന്നു, പിന്നെ പ്രോൺസ് കറി ഉണ്ടായിരുന്നു. ഇത് ഇന്നലത്തെ മീൻ കറിയാണ് കേട്ടോ. പിന്നെ കടച്ചക്ക ഉപ്പേരി ഉണ്ടായിരുന്നു, സാധാരണ കുത്തരിച്ചോറും മീമി ഫ്രൈ ഉണ്ടായിരുന്നു, പ്രോൺസും ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു. ചെറുതിന് വേണ്ടി ഞാൻ കുറച്ച് ചോറും എടുത്തുള്ളൂ, അതിൽ കുറച്ച് സലാഡും ഇട്ടു, കുറച്ച് കടച്ചക്ക ഉപ്പേരി എടുത്തിട്ടുണ്ട്, ഒരു പപ്പടം എടുത്തു. ഇതിൽ എന്തൊക്കെ തിന്നണമെന്നുള്ള ദൈവം. സാധാരണ കഴിക്കണേനും പകുതിയോ ഞാൻ എടുത്തുള്ളൂ, അത് തന്നെ കഴിച്ചു കിട്ടിയാൽ വലിയ സമാധാനം. പപ്പടം പപ്പടം ഉച്ചയ്ക്ക് ചെറുത് ഉറങ്ങൂലെന്ന് നല്ല ഉറപ്പുള്ള കാരണം ഞങ്ങൾ വീട്ടിലും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് പോയി. അവിടെ എത്തിയപ്പോൾ മഴയൊക്കെയല്ലേ, ഫുള്ള് വെള്ളം നിറഞ്ഞ് കിടക്കുമായിരുന്നു, വെള്ളക്കെട്ടായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. ഇപ്പോൾ ഒന്ന് തോർന്ന് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ചെടികളൊക്കെ എല്ലാം പോണ അവസ്ഥയാണ്. കഷ്ടമായിപ്പോയി. അമ്മ കറ്റാർവാഴയൊക്കെ സാധാരണ നിലത്തടി വെച്ചിരുന്ന അവിടെ നിന്നൊക്കെ എടുത്ത് അവർ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ എടുത്തു വെച്ചു. കുറേയൊക്കെ കറ്റാർവാഴകൾ പോയി എന്ന് പറഞ്ഞു. പിന്നെ ചെടികളൊക്കെ ആകെ വെള്ളം കയറിയും ഒക്കെ ഇതായി നിൽക്കുന്നു. ഫുള്ള് വെള്ളമല്ലേ, ഒരു രക്ഷയില്ല. പിന്നെ ബാക്കിൽ കുറച്ച് വാഴകളൊക്കെ നട്ടിരുന്നു, അവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു. മിക്കവാറും ഈ വാഴയൊക്കെ പോകാനാണ് സാധ്യത. ഇപ്പോൾ വെള്ളം ഒന്ന് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. കടിച്ചേ നോക്കട്ടെ, അമ്മയ്ക്ക് കാണിച്ചെന്നേ എങ്ങനെ കഴിക്കാന്ന്. കടിച്ചേ കടിക്ക്, കുഞ്ഞി കടിയിട്ടാ എരി അല്ലെങ്കിൽ നോക്കി. മിനോട്ടെ അതെ, അതില് മുളകിന്റെ ഭാഗം മുളക് നിർത്തോടത്തെ ദേച്ച മുളക് മാറ്റി തരും. മുളക് മാറ്റി തരാനാണ് ബാബ കടിക്കണ. മുളകും വേണ്ടി മുറ്റ കടിക്കണ്. ഇല്ല പൊന്നെ, കഴിച്ചോ. നോക്കിയേ കണ്ടാ, അത് കടിക്കണ ഭാഗത്ത് മുളകായിരുന്നു. അമ്മ ഒരു പ്ലേറ്റ് കൊണ്ടുവരാം. കഴിച്ചോ, ഇരുന്നോ, ശരിക്കും ഇരിക്കി. അമ്മ ഇതിക്ക് തിന്നാൻ എന്തെങ്കിലും ഉണ്ടോന്നേ. എടാ ചിപ്സ് ഞാൻ വാങ്ങിച്ചത്, മോൻ കഴിച്ചോ. എന്ത് പൊന്നെ തിന്നോ. ഉമ്പ എരിയുണ്ടാ, ഉമ്പ കുടിച്ചോ. സാരില്ല കൊച്ചല്ലേ, ഉമ്പ കുടിച്ചിട്ട് തിന്നോ, എടുത്ത് കഴിച്ചോ. മുളകുമൊന്നും കടിക്കല്ലേ കേട്ടാ. അവിടെ ഇരുന്ന് അല്ലെങ്കിൽ ബെഡിലൊക്കെ ഇരിക്കും അവിടെ. രാത്രിക്ക് വേണ്ടി ഞാൻ അവിടെ മ്യൂസ്ലി പൊടിച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കൊടുത്തത്. ഇതിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ടാവും. ഇത് കഴിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ മ്യൂസ്ലി ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ ഇട്ടത്. എന്നിട്ട് ഞങ്ങൾ പുതിയത് ഫില്ല് ചെയ്തു. ഇതിലെന്ന് വെച്ചാൽ കുറേ സാധനങ്ങളുണ്ടാവും. ക്രാൻബെറി ഉണ്ട്, ബാർലി ഉണ്ട്, വീറ്റ് ഉണ്ട്, പിന്നെന്താ റാഗി കുഞ്ഞി റൗണ്ട് ബോൾ പോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഫ്ലക്സ് സീഡ്സ് ഉണ്ട്, സൺഫ്ലവർ സീഡ്സ് ഉണ്ട്, ബദാം, റൈസിൻസ്, കുഞ്ഞി കാഷ്യൂനട്ട്സ്, അതുമല്ല റൈസ് നല്ല ക്രിസ്പി ആക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 2-3 സ്പൂൺ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഭയങ്കര ചൂടുവെള്ളമല്ല, ഇളം ചൂടുവെള്ളം ഒഴിച്ച് വെച്ചു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കുതിർന്നൊന്ന് വീർത്ത് വരും. അപ്പോൾ കുറച്ചും കൂടെ
ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇളക്കി അപ്പോൾ നല്ല കുറുക്ക് പോലെയാവും. അതാണ് അവന് കൊടുത്തത്. അവന് പൊതുവേ അത് ഭയങ്കര ഇഷ്ടമാണ്, വെറുതെ കഴിക്കണതും ആൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് അതാണ് കൊടുത്തത്. ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞി സൺഡേ വ്ളോഗ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എൻ്റെ ചാനലിൽ ന്യൂ ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണം. സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ന്യൂ അപ്ഡേഷൻസ് ഒക്കെ കിട്ടും. വാവ്, ചുറ്റുറങ്ങാൻ പോകുകയാണ്. ലൈറ്റ് ഓഫ് ആയിട്ടാ. ഗുഡ് നൈറ്റ്. വേണ്ടേ? വേണം. നാളെ ചേട്ടന് സ്കൂളുണ്ട്, വേഗം ഉറങ്ങണ്ടേ? കിടക്ക് കിടക്ക്. ഗുഡ് നൈറ്റ്. 1 2. ഉറങ്ങണ്ടേ? ഉറങ്ങണ്ടേ ടുട്ടു? വാവ്. ടാറ്റ കാട്ടി ടുട്ടു. ടുട്ടു ടാറ്റ. ടാറ്റ. ടുട്ടു അമ്മയ്ക്ക് ടാറ്റ. ടുട്ടു അച്ഛൻ്റെ മേത്ത് കയറണോ? അച്ഛൻ്റെ മേത്ത് കയറണോ?